ദീനാണോ? ഇത് നബി ജീവിച്ചിരുന്ന ദുൽഹജ്ജ് 9 എന്ത് ദീനാണോ അത് ലോകം അവസാനിക്കുന്നവരെ ദീനാണ്. അന്ന് എന്ത് ദീനല്ലയോ അത് ലോകം അവസാനിക്കണവരെ ദീനല്ല എന്ന് പറഞ്ഞാൽ നബീന്റെ വഫാത്തിന് ശേഷം പുതിയൊരു മതല്ല. റസൂലുള്ള വഫാത്താകുമ്പോ സുബ്ഹാനല്ലാഹ് 33 വട്ടാണോ? അത് 100 ആവൂല. എന്നാ 100 ചെല്ലേണ്ട സന്ദർഭം പഠിപ്പിച്ചോ? അതിട്ട് 98 ആവൂല. ഇങ്ങനെ സുബൈ 2 റക്അത്താണ്. ലോകം അവസാനിക്കുന്നവരെ 2 റക്അത്ത്. അതാണ് നബി എന്താ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നല്ലതല്ലേ കൂട്ടാൻ പറ്റില്ല. നല്ല പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ആരെ ഏൽപ്പിച്ചിട്ടില്ല? അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു പുതിയ അബൂബക്കറെ, ഞാൻ മരിച്ച നിനക്ക് നല്ലത് എന്ന് തോന്നിയോക്കോ കൂട്ടിക്കോ അബൂബക്കറെ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോ? ഒറ്റ വാചകത്തിലുണ്ടോ? ഉമറേ തോന്നിയ പോലൊക്കെ അങ്ങ് ജീവിച്ചൂടെ എന്നുണ്ടോ? അല്ല, ഉമറേ ഞാൻ പഠിപ്പിച്ച പോലെ ജീവിച്ചാലേ മുസ്ലിം ആവും. എത്രത്തോളം? ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാണ്, നിനക്ക് എന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടം, അപ്പോഴേ മുഅ്മിനാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമായി മതം പഠിപ്പിച്ചിട്ടാ പോയത്. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതുമായ സകലമാന കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വിട്ടേച്ചു പോകുന്നത് എന്ന്. അതുകൊണ്ടാ ചോദിച്ചത്, ഹൽ ബല്ലഅതുകും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്. എന്താണോ മതം അതങ്ങ് എത്തിച്ചു തന്നു നബിയേ. അള്ളാഹുവിന്റെ ദൂതരെ, അല്ല നിങ്ങളെ ഏൽപ്പിച്ച എന്തൊരു ദൗത്യമുണ്ടോ ആ ദൗത്യം നിങ്ങൾ എത്തിച്ചു തന്നു. ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, റബ്ബേ നീ സാക്ഷിയാണ്. ഞാനിതാ സംഭവബഹുലമായ 23 കൊല്ലം കൊണ്ട് ഒരു ദിക്റും ഞാൻ പഠിപ്പിക്കാതിരുന്നില്ല, ഒരു തസ്ബീഹും ഞാൻ പഠിപ്പിക്കാതിരുന്നില്ല, ഒരു കർമ്മവും ഞാൻ പഠിപ്പിക്കാതിരുന്നില്ല. ഹജ്ജിന്റെ കൈഫിയത്ത് ഞാൻ പഠിപ്പിച്ചു, ഉംറയുടെ കൈഫിയത്തും ഉംറയുടെ കൈഫിയത്തും ഞാൻ പഠിപ്പിച്ചു. അതുപോലെ രാത്രി നമസ്കാരത്തിന്റെ കൈഫിയത്തും ഞാൻ പഠിപ്പിച്ചു. സദഖ കൊടുക്കേണ്ടതെങ്ങനെ, സകാത്ത് നൽകേണ്ടതെങ്ങനെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതെങ്ങനെ പഠിപ്പിക്കാത്തതായി ഒന്നും തന്നെ ഞാൻ വിട്ടേച്ചു പോയില്ല. അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. അങ്ങനെയാണ് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. ഇതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തെരുവുകളിൽ, കവലകളിൽ, അങ്ങാടികളിൽ, ഗ്രഹയോഗങ്ങളിൽ, മഹാസമ്മേളനങ്ങളിൽ, ഫാമിലി കോൺഫറൻസുകളിൽ അവർക്ക് പറയാനുള്ള യാഥാർത്ഥ്യം അതാണ്. എങ്ങനെയാണ് അവർ പ്രമാണങ്ങളെ നോക്കിക്കാണുന്നത്? തന്നിഷ്ടങ്ങളെ അവർ പിൻപറ്റുന്നില്ല, സ്വന്തമായി യുക്തിയെ അവർ അവലംബിക്കുന്നില്ല. പിന്നെ എന്താണ്? അതാണ് അല്ലാഹ് പറയുന്നത്, വമയ്യുശാഖിഖുർ റസൂല മിൻ ബാദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അതേ, തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്തു നിൽക്കുകയും സഹാബത്തിന്റേതല്ലാത്ത മാർഗം സഹാബികളുടേത്, അതാണ് മൻഹജുസ് സലഫ്, അതാണ് ആ സഹാബത്തിന്റെ വഴി, അതല്ലാത്തൊരു വഴി ആരവലംബിച്ചുവോ അവർക്കൊരു രക്ഷയുമില്ല. നുവല്ലിഹി മാ തവല്ലാ, തിരിഞ്ഞേടത്തേക്ക് നാം അവരെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലാണ് അവരുടെ താവളം. വസാഅത് മസീറാ, അതെത്ര മോശമായ പര്യവസാനമാണ്. 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 115-ാമത്തെ വചനമാണ്. സഹോദര, എതിർക്കാൻ എളുപ്പമാണ്, കൂക്ക് വിളിക്കാൻ എളുപ്പമാണ്. അത് പക്ഷേ ഒന്ന് കാത് തന്നു നോക്ക്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഒന്ന് ചെവി തന്നു നോക്ക്, ഒന്ന് കേട്ടു നോക്ക്, കേടുവരില്ല, നന്നാകും. വബശ്ശിർ ഇബാദ് الذين يستمعون القول فيتبعون احسنه
ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഉലൈക ഹുമുൽ അൽബാബ്. നബിയേ, സന്തോഷ വാർത്ത അറിയിക്ക് നബിയേ. കേരളക്കാരോട് പറ, വാചകങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ പറ, അതിലേറ്റവും നല്ലത് പിൻപറ്റാൻ പറ. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, ആ ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂ. ഉലൈക ഹുമുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. ആരാ ബുദ്ധിയുള്ളവർ? കൂക്ക് വിളിക്കുന്നവരല്ല. ഇവിടെ തൊട്ടടുത്ത് പരിപാടി നടന്നപ്പോ നായിന്റെ മോനെ ആവർത്തിച്ചു വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചെല്ലണ പോലെ ആരെ ഇവിടുത്തെ സമസ്തക്കാരെ അങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത്? തിരുദൂതർ അങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത്? അല്ലെ വക്കുല്ലി ഇബാദി യഖൂലുല്ലതീ ഹിയ അഹ്സൻ, എന്റെ അടിമകളോട് നല്ലത് പറയാൻ പറ നബിയേ. 15 അധ്യായം 73-ാമത്തെ വചനമാണ്. നല്ലത് പറയാൻ പറ, നല്ലത് പറയാൻ പറ. അതേ 15 അധ്യായം 53-ാമത്തെ വചനം വക്കുല്ലി ഇബാദി യഖൂലുല്ലതീ ഹിയ അഹ്സൻ, നല്ലത് പറയാൻ പറ എന്ന് പറഞ്ഞിട്ട് ഒരു ജനാധിപത്യ മതേതര രാജ്യത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ എടുത്ത് പ്രസംഗിക്കുന്ന പ്രസംഗം ഞങ്ങൾ ഇവിടെ സമ്മതിക്കൂല. നീ ആരടാ നാട്ടുരാജാവോ? നീ ആരടാ ഈ രാജ്യം ഭരിക്കുന്നവനോ? ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്നെപ്പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു ജനപദം, നിന്നേക്കാൾ അർഹതയുള്ള ഒരു ജനപദം, ബോധപൂർവമാണ് ആ പദം, നിന്നേക്കാൾ അർഹതയുള്ള ഒരു ജനപദത്തിന്റെ ഞങ്ങളുടെ പൂർവികന്മാർ ഈ ഭാരതത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടിയ പോലെ ഒരു നേതാവും പോരാടിയിട്ടില്ല. ഈ മൻഹജ് സ്വീകരിച്ചവരാണ് ഏറ്റവും മുന്നിൽ നിന്നവർ. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മയോട് ഏറ്റുമുട്ടാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പൂർവികന്മാരാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാവരെക്കാളും അർഹത നേടിയ ഒരു മഹാപ്രസ്ഥാനം ലോകത്ത് എവിടെയും സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, നിയമപാലനത്തിന്റെ, നന്മയുടെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് നിങ്ങളോട് പറയുന്നത്. വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കേ, ഒന്ന് പഠിക്കാൻ സന്നദ്ധമാകേ, നഷ്ടമാവില്ല. നിന്റെ ഉസ്താദിന്റെ പ്രസംഗമല്ല ഇത്. 3 മണിക്കൂർ കർണാടകയിലെ ബെല്ലാരയിൽ എനിക്ക് മറുപടി പറഞ്ഞിട്ട് ഒരൊറ്റ ആയത്ത് പോലും പൂർത്തിയാക്കി ഓതാത്ത നിങ്ങളുടെ ഉസ്താദും 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രസംഗിച്ചാൽ 100 കണക്കിന് ആയത്തുകൾ ഉദ്ധരിക്കുന്ന സെലഫികളും തമ്മിൽ ആർക്കാണ് ഖുർആനിനോട് ബന്ധമെന്ന് ചിന്തിക്കാൻ നിന്റെ മനസ്സെന്തുകൊണ്ട് പാകമാകുന്നില്ല? അതുകൊണ്ട് മതം ഇവിടെ പൂർണ്ണമാണ്. സഹാബത്ത് ഇവിടെ പഠിപ്പിച്ച ഒരു മതമുണ്ട്. ഞങ്ങൾ പറയുന്നത് അതാണ്, ഞങ്ങൾ വിവരിക്കുന്നതും അതാണ്. ഇനി നിങ്ങൾ നോക്കേ, സൂറത്തു നിസായിലെ 59-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅതിയുർ റസൂൽ വഉലിൽ അംരി മിൻകും, അനുസരിക്കണേ അല്ലാഹനെ, അനുസരിക്കണേ റസൂലിനെ, അനുസരിക്കണേ നിങ്ങളുടെ നേതാക്കന്മാരെ എന്ന് പറഞ്ഞിട്ടല്ല പറയാണ്. ഫൈൻ തനാസതും ഫീ ഷൈഇൻ, മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ, മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഫറുദ്ദൂഹു, നിങ്ങൾ മടക്കണം, ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്, വറസൂലി, റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം എന്നിട്ട് അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. എന്താ പറയണേ? കുന്തും, നിങ്ങളാണോ തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണോ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനം, മരണാനന്തര ജീവിതം അതുണ്ടെന്ന് വിചാരിക്കുന്നവരാണോ? ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഏത്? അല്ലാഹു എന്ത് പറഞ്ഞു എന്ന് നോക്കുക, റസൂൽ എന്ത് പറഞ്ഞു എന്ന് നോക്കുക, ഉസ്താദുമാരെന്ത് പറഞ്ഞു എന്നല്ല, അല്ല എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, ആ മാർഗത്തെ എങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ ഉൾക്കൊണ്ടാൽ വമൻ എന്ന് അല്ല പറയാണ്, ദാലിക ഖൈറുൻ, അതാണ് ഉത്തമം, വഅഹ്സനു തഅവീലാ, സുഖകരമായ പര്യവസാനവും അതാണ്. ഇത് ഖുർആനിലേക്ക് മടക്കുക, സുന്നത്തിലേക്ക് മടക്കുക. തീർന്നില്ല, അല്ല പറയുകയാണ് മറ്റൊരു വചനത്തിലൂടെ. അല്ല പറയാൻ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്ത് മായിദ 104-ാമത്തെ വചനമാണ്. 5-ാം അധ്യായം സൂറത്ത് മായിദ 104-ാമത്തെ വചനമാണ്. വൈദാ ഖീല ലഹും, പറയപ്പെട്ടാൽ
പ്രസ്താവിക്കപ്പെട്ടാൽ, പ്രസംഗിക്കപ്പെട്ടാൽ ഉസ്താദിന്റെ പ്രസംഗം നടക്കുകയാണ്. അങ്ങനെ ഉസ്താദ് നിങ്ങളെ വിളിക്കുന്നു, തആലൗ, വരൂ പെർലക്കാരെ, നിങ്ങൾ വരൂ, മാൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയതിലേക്ക് വരൂ, ഖുർആനിലേക്ക് വരൂ, വൈലർ റസൂലി, റസൂലിലേക്കും വരൂ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്ന് പെർലക്കാരോട് പറഞ്ഞാൽ, അടുത്ത കാര്യം വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. എന്റെ അനുഭവമാട്ടോ പറയണേ. ഞാൻ 33 കൊല്ലത്തിലധികം പബ്ലിക്കിൽ പ്രസംഗിച്ച ഒരു മനുഷ്യനാണ്. 13ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിക്കണം. 33 കൊല്ലം പിന്നിട്ടു പബ്ലിക്കിൽ, ഓഡിയൻസിന്റെ മുമ്പിൽ, വ്യത്യസ്ത മതസമൂഹത്തിന്റെ മുമ്പിൽ, വ്യത്യസ്ത ആരാധനാലയങ്ങളുടെ സമ്മേളനത്തിൽ ഒക്കെ പ്രസംഗിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. സഹോദരാ, അവിടങ്ങളിലൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ എന്താ അറിയോ? ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരാൻ പറഞ്ഞ മുസ്ലിം ഉമ്മത്ത് പറയുന്ന ഒരു വാചകം അല്ലാഹ് പറയാണ്. എന്താ പറയുന്നത് കേട്ടോളിട്ടോ? ഈ സമുദായം കാലു ഹസ്ബുനാ, ഞങ്ങൾക്ക് ഇത് മതി. ഏത്? മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പാരൊക്കെ വിശ്വസിച്ച് മതി, നിങ്ങൾ പോയിക്കൊള്ളി. മുജാഹിദുകളോടെ ശരിക്കും നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വന്ന് ഉറപ്പിച്ച് പറയുന്ന ഒറ്റ വിഭാഗമല്ലേ ഉള്ളൂ. പോപ്പുലർ ഫണ്ട് പറയാറില്ല, ജമാഅത്തെ ഇസ്ലാമി പറയാറില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഖുർആനിലേക്കും സുന്നത്തിലേക്കാണ് മടങ്ങേണ്ടതെന്ന് അവർക്ക് അറിയാമെങ്കിലും അവരങ്ങനെ പറയാറുണ്ടോ? ഇല്ല. അപ്പോ വൈദാ ഖീലലഹും തആലൗ, വരൂ ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് വന്നോളൂ, വൈലർ റസൂലി, റസൂലിലേക്കും വന്നോളൂ എന്ന് പറയപ്പെട്ടാൽ നാട്ടുകാരായ മുസ്ലിമീങ്ങൾ എന്താ പറയുന്നത്? ഹസ്ബുനാ, ഞങ്ങൾക്ക് ഇത് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ ബാപ്പാര് ജീവിച്ച പോലെ. അപ്പൊ അല്ലാഹ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ വാദം പറയുന്നവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? കേട്ടോളൂ നിങ്ങള്. അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈആ വലാ യഖ്തദൂൻ. എന്തറിയോ? അല്ലാഹ് ചോദിക്കുകയാണ്, അല്ല ബഷീറെ, സുബൈറെ, ഖാദറെ, സഖാഫിയെ, ഫൈസിയെ, അന്റെ ബാപ്പാക്ക് വിവരമില്ല, അന്റെ ബാപ്പാക്കിട്ട് ഹിദായത്തുമില്ല, എന്നാലും നീ ആ വിവരക്കേട് പിന്തുടരുകയെ. പടച്ചോനാ ചോദിക്കണട്ടോ, എന്നോട് ദേഷ്യം പിടിക്കരുത്. അല്ലാഹ് ചോദിക്കുകയാണ്, ചെങ്ങാതി ഇജ്ജ് പറഞ്ഞല്ലോ ബാപ്പാന്റെ വഴി മതീൻ, എന്റെ മൂത്താപ്പ എളാപ്പ, അങ്ങനെ ചോദിക്കുക. അത് ഫിറൗനും ചോദിച്ചിട്ടുണ്ട്. ഫിറൗനെ പോലെ നമ്മളാകരുത്. മൂസാ നബിയോട് ഫിറൗൻ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഏത്? നമ്മുടെ പൂർവികന്മാരുടെ കാര്യം എന്താ? ഓരൊക്കെ പെച്ചതാ എന്നാ പറയണേ. നിങ്ങൾ നിങ്ങളിപ്പോ ഒരു പുതിയ കാര്യമായിട്ട് വരിക. ഇതന്നെയാണോ മൂസാ നബിയോടും പറഞ്ഞത്? പക്ഷെ അന്ന് പേര് ഫിറൗൻ എന്നായിരുന്നു. ഒരു വാൽകഷ്ണം ഉണ്ടായിരുന്നു, സഖാഫി. ആ ഫിറൗൻ സഖാഫിന്റെ ചോദ്യം എന്താ അറിയോ? വമാ ബാലിൽ ഖുറൂനില്ലൂല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ കാഫറും മുശ്രിക്കുവാണോ? അള്ളാന്റെ ഗ്രന്ഥ മുജാഹിദ് ബാലശ്ശേരി വെറുതെ പറയില്ല. 20-ാം അധ്യായം 51, 52 വചനം. ഖുർആനിലെ 20-ാം അധ്യായം. ഫിറൗൻ ചോദിച്ചാണ്, ആഹാ ഇപ്പൊ ഒരു പുതിയ ഖുർആനും സുന്നത്തൊക്കെ ആയിട്ട്, തൗറാത്തായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, അല്ലെ വേദഗ്രന്ഥമൊക്കെ ആയിട്ട് വരികയാണല്ലോ, അല്ലാഹുവിനാണോ വരുന്നത്? അപ്പൊ ഞങ്ങളുടെയൊക്കെ പൂർവികന്മാര് നീ പറഞ്ഞ പോലെ അല്ലല്ലോ ജീവിച്ച്, മഹാന്മാരെ ആരാധിച്ചും അവരെ വിളിച്ചും ദുആ ചെയ്തും ഇസ്തിഹാസം നടത്തിയൊക്കെയാണല്ലോ അവരൊക്കെ ജീവിച്ച്. ആഹാ, അപ്പൊ അന്റെ ഒരു റബ്ബ്, അനക്ക് മാത്രം ഒരു റബ്ബ്, ഇജ്ജ് മാത്രം റബ്ബിന്റെ ആള്. അത് ചോദിച്ച ഫിറൗൻ അന്ന് മൊയ്ലിയാമാര് മുജാഹിദുകളോട് ചോദിക്കണ ചോദ്യ, ഓ അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, നിങ്ങൾക്കൊരു അല്ലാഹ് പോരെ, എന്താ വേറെ ആരും വേണ്ടേ? ഈ ചോദ്യം ഫിറൗന്റെതാ. ശരിക്കും മനസ്സിലായിക്കോട്ടെ ദീൻ എന്താ. ഇത് ഖുർആനിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, നഷ്ടാവും. നിങ്ങൾ പോയി 50 വയസ്സുള്ള ഒരു ഏപ്പിക്കാരൻ ഈ പ്രസംഗം കേൾക്കാൻ, ഓന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നോളജ് ഓന്റെ ലൈഫ് കിട്ടിയിട്ടുണ്ടാവില്ല, എന്നിട്ട് കിട്ടാനുണ്ടാവില്ല. അത് കേട്ടോളി. കാരണം ഇത് അള്ളാന്റെ കലാമാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. പറയുന്ന എനിക്കൊരു പ്രാധാന്യമില്ല, ഞാൻ നിങ്ങൾക്ക് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഞാനിവിടെ കയറി നിൽക്കുമ്പോൾ ചെല്ലിയൊരു വാചകത്തിന്റെ അർത്ഥം എന്താ അറിയോ? പടച്ചോനെ എന്റെ കാര്യം എളുപ്പാക്കി തരണം, ഞാൻ പറയുന്നത് നാട്ടുകാർക്ക് മനസ്സിലാകണമെന്ന് ദുആ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത്. അതുകൊണ്ട് തന്നെ എന്റെ റബ്ബിന്റെ സഹായിക്കും. മൂസാ നബി ഫിറൗന്റെ അടുത്ത് വയലറിയാൻ പോകുമ്പോ, ഫിറൗനോട് തൗഹീദ് പറയാൻ പോകുമ്പോ മൂസാ നബി ചെയ്ത ദുആ 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനം. അതിൽ പറയുന്ന റബ്ബി ഇശ്റഹ് ലി സദ്രി, ഹൃദയം വിശാലാക്കണേ റബ്ബേ, എന്റെ നാവിന്റെ കെട്ടിക്കൊടുക്ക അഴിച്ചു തരണേ, ഞാൻ പറയുന്നത് പെർളക്കാർക്ക് മനസ്സിലാകണേ. അന്ന് ഫിറൗന്റെ കൊട്ടാരത്തിലേക്കാ പോയത്, ഇന്നിവിടെ വരുന്നത് പെർളയിലേക്കാണ്. അവിടെ മൂസാ നബി പരിചയപ്പെടുത്തിയ റബ്ബിനെയാണ്, ഞാനിവിടെയും പരിചയപ്പെടുത്തുന്ന റബ്ബിനെയാണ്. ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. മൂസാ നബി ഫിറൗനോട് ഔലിയാക്കളെ കറാമത്ത് വിരിച്ചില്ല. എന്താ വിരിക്കാത്ത? കറാമത്ത് ഇല്ലാത്തോണ്ടല്ല, കറാമത്ത് കച്ചവടവൽക്കരിച്ച് സമസ്ത മാത്രമാണ്, വേറെ ആർക്കും. കറാമത്തെ വിട്ടടിക്കാനുള്ള അല്ല.
അതുകൊണ്ടല്ലേ ഏതെങ്കിലും ഒരു നബി, നിങ്ങൾ ചിന്തിക്ക്, പൂർവിക പ്രവാചകന്മാരുടെ മുഅ്ജിസത്തും പറഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് മുഅ്ജിസത്ത് വിവരിച്ചിട്ട് അവിടുന്ന് പൈസയും വാങ്ങി മിണുങ്ങായിരുന്നു നബിമാര്? അല്ല, അല്ല. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് പോയിക്കോളി. നല്ലതാ, നല്ലതാ. ഖുർആനാ പറയുന്നത്. ആ ഖുർആൻ വേണ്ടെങ്കിൽ തോന്നിയ പോലെ ജീവിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അല്ലാഹ് പറയണെന്നറിയോ? വൈദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങളെ വാപ്പാര് അങ്ങനെ, എന്റെ നാട്ടിലൊക്കെ എന്റെ വല്യമ്മൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുജാഹിദായിട്ടാ മരിച്ചത്. ആദ്യം കാന്തപുരം മർക്കസിന് മുമ്പിലായിരുന്നു. എന്റെ മൂത്തമ്മക്ക് അവിടെ മരിച്ചു ആളുകളെ ഹിദായത്ത് പോലും കിട്ടാതെ. ഇവിടെ ചിന്തിച്ചു നോക്കണം, എന്തൊരു വിഷമം അത്, എന്തൊരു ദുഃഖാണത്. അല്ലല്ലാത്തോലെ ഇൻസാനുകളെ ആരാധിച്ച് മരിച്ചവരാണ്. ഇൻസാനിനെ ആരാധിച്ച് അള്ളാഹ്ക്ക് പുല്ല് വില കൽപ്പിച്ച ഒരു കുടുംബത്തിലാണ് ഞാനൊക്കെ ജനിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എങ്ങനെ? അല്ലല്ല, ബാക്കി എല്ലാ തങ്ങന്മാരെയും വിളിക്കും, എല്ലാ ദർഗയിലും പോയി വീടിടും, പള്ളി പോവില്ല. പെണ്ണുങ്ങൾ എല്ലാ ദർഗയിലും പോയി, പള്ളി പോവില്ല. എന്താ? അത് വളരെ മോശമുള്ള സ്ഥലമാണ് പഠിപ്പിക്കപ്പെടുന്നത്. പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റില്ല. ക്ഷേത്ര വേറെ അവിടെ വിവിധ ആരാധനാലയങ്ങളിൽ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് കാസർഗോഡ് പോവാം, കുഴപ്പമില്ല. പള്ളി പോരുത്. സത്യല്ലേ കൂട്ടരെ? ഞാൻ കുറച്ച് സത്യം തുറന്നു പറയുന്ന ആൾ. ഒരു പേടിയും കൂസലും ഇല്ല എനിക്ക്. പേടിയില്ലേലോ എന്നുള്ള പേടി എനിക്ക്. എന്താ പേടിയില്ലാത്തത്? മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ടുള്ള സത്യങ്ങളോട് പറയാണ്, നല്ലോണം കേട്ടോളൂ. അടുത്ത ഖുർആന്റെ വചനം, അടുത്ത ഖുർആന്റെ വചനം. ഇത് സൂറത്ത് മായിദയാണ്. ആ വചനത്ത് പറയാണെന്ത്? ഖുർആനിലേക്ക് വന്നോളൂ, സുന്നത്തിലേക്ക് വന്നോളൂ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അറിയണം. ഖുർആനിലേക്ക് വന്നോളൂ, ഈ സുന്നത്തിലേക്ക് വന്നോളൂ.